ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. സങ്കീർത്തനം 107 7 തിരുവചനം ഇന്നത്തെ ചിന്താ വിഷയമാക്കാം. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. എന്താണ് പാപകരമായ മാർഗങ്ങൾ? ചിലർ അമിത ഭക്ഷണ ആസക്തിക്ക് വിധേയരാകുന്നു. ചിലർ ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. മറ്റു ചിലർ ലൈംഗിക വൈകൃതങ്ങളിലാണ് ശ്രദ്ധിക്കുക. ചിലരാകട്ടെ കോപം, മത്സരം, വഴക്ക്, ഇങ്ങനെ സമൂഹത്തെ ദുഷിപ്പിക്കുന്ന പല ശീലങ്ങളിലേക്ക് നീങ്ങുന്നു. തെറ്റായ ബന്ധങ്ങളിൽ കുടുങ്ങി അപകടത്തിലാകുന്നവരും കുറവല്ല. നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവസന്നിധിയിലിരുന്ന് അനുദിനം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുന്നുണ്ടോ? നമുക്കൊന്ന് തിരുത്തിക്കൂടെ? ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ മരണസമയത്ത് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയിട്ടില്ല. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന്റെ കറ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ ഉപദേശം സ്വീകാര്യമല്ലേ? നമുക്കും വിശുദ്ധിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാം. ദൈവത്തിന്റെ ആ മരണം, അത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ് എന്ന സത്യം മറക്കരുത്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നുണ്ട്. കൃപ നിറഞ്ഞ ആ കരങ്ങൾ നമുക്ക് ബലത്തിൽ പിടിച്ച് മുന്നോട്ട് നീങ്ങാം. ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറയാം.